ഗോപാലകൃഷ്ണനാണെന്ന് ഈ കൂട്ടത്തിൽ ഏറ്റവും സീനിയർ അല്ലേ? അല്ലേ? വെറുതെ നിങ്ങൾ അപമാനിക്കരുത്. സീനിയർ എന്ന് പറഞ്ഞാൽ എന്തിലും സീനിയർ അല്ല, പ്രായത്തിലും പക്വതയിലും പാകതയിലും സർഗാത്മകതയിൽ സീനിയർ. എന്തൊരു കുശി. അതെങ്ങനെ റഹീമിന് മനസ്സിലായി? അതെനിക്കറിയണം. ഗോപാലകൃഷ്ണനെ പറഞ്ഞപ്പോഴത്തേക്ക് ദീപ്തിക്ക് തോന്നുന്നു. എന്തൊരു കഷ്ടമാണ്. ദീപ്തിക്ക് എന്നെ ഇഷ്ടമാണ്. അതിൽ നിങ്ങളിങ്ങനെ ഇതിൽ ഇന്നൊരു കുശുമ്പ ഇത്. ഇയാള് വന്നിരിക്കുന്ന പറയണ്ടേ? അല്ല ഇയാള് വന്നിരിക്കുന്ന തന്നെ പൂക്കളായിട്ടുള്ള ഷർട്ടൊക്കെ ഇട്ടിട്ടാ. മനസ്സിലായില്ലേ? ഓണം ഡൽഹിയിലാന്ന് പറയാ, എന്നിട്ട് പൂക്കളായിട്ട് ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. ദീപ്തി ആണെങ്കിലോ ശരിക്കും ഓണം സാരിയിൽ പ്രകടമായിട്ടാണ് കാണുന്നത്. നമ്മളെല്ലാവരും ഓണത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിലാണ്. ഈ അന്തരീക്ഷത്തിൽ വാസ്തവത്തിൽ ഓണത്തിൻ്റെ ഒരു വേറെ ലെവൽ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. തീർച്ചയായിട്ടും ഭാവുകങ്ങൾ. അതിനപ്പുറത്ത് വേറൊന്നും പറയാനില്ല. നല്ല അർത്ഥത്തിൽ എല്ലാവർക്കും കുറച്ചു നേരം മനസ്സുകൊണ്ട് സന്തോഷിക്കുന്ന ഒരു അന്തരീക്ഷവും ഒരു മണിക്കൂറും ഉണ്ടാക്കിയ 24 ചാനലിന് അഭിവാദ്യങ്ങൾ. താങ്ക് യു. അപ്പൊ ദീപ്തി പറഞ്ഞു തുടങ്ങിയില്ല. നമ്മള് ചർച്ച പോലെ തന്നെ ദീപ്തിയെ പറയാൻ സമ്മതിച്ചില്ല. വെറുതെയാണ്, ഈ പക്വതയൊക്കെ വെറുതെയാണ്. 5 മിനിറ്റ് കഴിയുമ്പോൾ ഇങ്ങനെ ഇവിടെ അലമ്പുണ്ടാക്കും. അത് നമുക്ക് കാണണം. അല്ല, ദീപ്തിയോട് ഞാൻ ചോദിച്ചത് വന്നപ്പോ മുതൽ പറയാണ് പുള്ളിക്കാരൻ എക്സ്ട്രാ മേക്കപ്പ് ഇട്ടിട്ടുണ്ട്. ഞാൻ പറയാം ഉടനെ ശിവശങ്കരേട്ട പറയാ, നീ നോക്കിക്കോ കുറച്ച് കഴിയുമ്പോ ഇങ്ങേരി സീന് മൊത്തം കൊണ്ടുപോകും. പക്ഷേ ടോട്ടൽ സീൻ ആകെ BJP-ക്കാർക്ക് 2-3 മിനിറ്റ് ആക്കി 2.5 മിനിറ്റ് അങ്ങേരി തന്നെ കൊണ്ടുപോകും. പക്ഷെ ഇന്ന് വേറെ ഒരു സൗകര്യം ഉണ്ട്. ഇന്ന് മോനെ പറഞ്ഞയച്ചിട്ടുണ്ട് ചേച്ചി വീട്ടിൽ നിന്ന്. അതുകൊണ്ട് ഒരു നിരീക്ഷകനുള്ളത് കൊണ്ട് അല്പൊരാശ്വാസം ഉണ്ടാവും.